ജന്മം കൊണ്ട് എറണാകുളം ജില്ലക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ഒരു തനി പൊന്നാനിക്കാരനായ വിശ്വക്കുരൻ 1999 ചാലക്കുടിയിൽ തന്റെ സർവീസ് ആരംഭിച്ചു. 2001 മുതൽ 2011 വരെ ഒരു പതിറ്റാണ്ടുകാലം ഇതിഹാസ ചരിതങ്ങളുടെ നഗരമായ പൊന്നാനിയിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ നിലകൊണ്ട് പൊന്നാനിക്കാരെ സ്വന്തം കുടുംബം പോലെ അല്ല അതിനേക്കാൾ ചേർത്ത് നിർത്തിയ ഡോക്ടർ സലീം 2021 മുതൽ ദുബായ് ഊദുമേത്തയിൽ സ്വപ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്ത ആദം മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനത്തിൽ ഡെന്റൽ ഡോക്ടർ കൂടിയായ തന്റെ പ്രിയപത്നി ഡോക്ടർ അനീഷ സലീലിന്റെ കൂടെ 2021 മുതൽ ആതുര ശുശ്രൂഷ രംഗത്ത് മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തിവരുന്നു. മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ പരിഗണന നൽകുന്ന തന്റെ പിതാവിന്റെയും മാതാവിന്റെയും പാത പിന്തുടർന്നുകൊണ്ട് മക്കളും കർമ്മമണ്ഡലത്തിൽ നിലയുറപ്പിച്ചു. തന്റെ ഔദ്യോഗിക ജീവിത തിരക്കുകൾക്കിടയിലും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷനൊപ്പം സഞ്ചരിച്ച് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പൊന്നാനിയുടെ സ്വന്തം സലീൽ ഡോക്ടർക്ക് പൊന്നാനിക്കാരുടെ ആദരം. പൊന്നാനിക്കാരനല്ലെങ്കിലും പൊന്നാനിക്കാരനായി നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഞാൻ 10 വർഷം പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ 1-2 ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം അന്ന് നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ എല്ലാ കുട്ടികളോടും പറയാറ്, അന്ന് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഞാൻ പറയാറ്, നിങ്ങൾ വിദ്യാഭ്യാസം അറിയിക്കുക, നിങ്ങൾ പിന്നെ പഠിക്കുക, കല്യാണത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്ന പഠനം നിങ്ങൾ കൈവരിക്കുക എന്നുള്ള ഉപദേശം കൊടുക്കാറുണ്ട്. അതിൻ്റെ വ്യത്യാസം വളരെയധികം കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ 200-250 പേരുള്ള ക്ലാസ്സിൽ ഒരു മോർ ദാൻ 60% പെൺകുട്ടികളാണ്. അപ്പോൾ അതായത് പെൺകുട്ടികൾ ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇന്ന് ഇവിടെ വനിതാ PCWFൻ്റെ വനിതാ സംഗമം ഉണ്ടായി എന്ന് എനിക്കറിയാം. അപ്പോൾ അതേപോലെ പഠനത്തിന് സ്ത്രീകളുടെ പഠനത്തിനും എല്ലാം വളരെയധികം മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. രണ്ടാമത് ഞാൻ എപ്പോഴും അവിടെ പൊന്നാനിയിലെ ജനങ്ങളോട് ഇടപഴകുമ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് ഒരിക്കലും ഒരു സമ്പാദ്യശീലം ഉണ്ടാകാറില്ല. ഈ കടപ്പുറത്തുള്ളവരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഒരുപാട് പൈസ അവരുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴുമായിട്ട് പറയും, എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാവുന്ന രൂപത്തിൽ അവിടുത്തെ വനിതകളും കുടുംബങ്ങളും എല്ലാം മുന്നോട്ട് വരണം. അതിനിപ്പോൾ PCWF മുൻകൈ എടുക്കുന്നത് സ്വാശ്രയമായിട്ട് സ്വന്തം ഒരു ബിസിനസ് തുടങ്ങാവുന്ന രൂപത്തിൽ പല സംരംഭങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു. ഇതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന് PCWFൻ്റെ എല്ലാ പ്രയത്നങ്ങൾക്കും ഞാനെന്നും കൂടെ ഉണ്ടാവും. എന്ത് സഹായത്തിനും എപ്പോഴും എന്നെ സമീപിക്കാവുന്നതാണ്.